പൂക്കൾ ചെയ്തെടുത്താലോ? അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലാസ്റ്റിക് കവറുകൾ എടുത്തിട്ടുണ്ട്, ഫ്രൂട്ട്സിന്റെ നെറ്റും എടുത്തിട്ടുണ്ട്, സെല്ലോ ടാപ്പും എടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്തിട്ടുള്ള പ്ലാസ്റ്റിക് കവർ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതിന്റെ സൈഡ് വശവും നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ പ്ലാസ്റ്റിക് കവറിൽ നിന്നും ഇതുപോലെ 2 പീസാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഒരു പീസ് നമ്മൾ ഇതുപോലെ മടക്കി കൊടുക്കുകയാണ്. ഇതിന്റെ ഇവിടെ ആയിട്ട് നമുക്ക് സെല്ലോ ടാപ്പ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെയാണ് നമ്മൾ അതിൽ സെല്ലോ ടാപ്പ് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കത് ഇതുപോലെയാണ് ചെയ്തെടുക്കേണ്ടത്. പ്ലാസ്റ്റിക് കവറുകൾ വെച്ച് സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന പൂക്കളാണ് നമ്മളിന്ന് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ മടക്കി കൊടുത്തിട്ടുള്ള ഇവിടെ ആയിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കണം. ഇതുപോലെ നമ്മളത് വലിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഫ്ലവറിന്റെ ഇതളിന്റെ ഷേപ്പിൽ കിട്ടും. ഇതുപോലെ മുഴുവനായും നമ്മളത് ചെയ്തെടുത്തു. ഇനി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ഫ്രൂട്ട്സിന്റെ നെറ്റിൽ നിന്നും ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. 3 എണ്ണമാണ് നമ്മൾ അതിൽ നിന്നും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അതിനൊന്ന് പെയിന്റ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമ്മൾ അതിൽ പെയിന്റ് ചെയ്ത് കൊടുത്തു. പിന്നീട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് കെട്ടുകമ്പിയാണ്. അതിന്റെ അറ്റം നമ്മൾ ഇതുപോലെ ഒന്ന് വളച്ചു കൊടുക്കുകയാണ്. നമ്മളിവിടെ കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് നൂലെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കെട്ടുകമ്പിയിലേക്ക് ഇതുപോലെ വെച്ചൊന്ന് കെട്ടിക്കൊടുക്കാം. ഇനി നമുക്കിത് നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഇതിനകത്തേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കണം. അതിനുശേഷം അതിന്റെ 2 ഭാഗവും ഇതുപോലെ നമ്മൾ ചുരുക്കിയെടുക്കണം. ഇനി നമുക്ക് അവിടെ നൂല് വെച്ചൊന്ന് കെട്ടിക്കൊടുക്കാം. സിമ്പിളായി ചെയ്തെടുക്കാവുന്ന ഈ ഒരു ഫ്ലവർ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമ്മുടെ ഫ്ലവർ നമുക്കൊന്ന് വിടർത്തി കൊടുത്ത് ശരിയാക്കി എടുക്കാം. ഇനി നമുക്കിതിന്റെ തണ്ടിൽ ഗ്രീൻ കളർ പ്ലാസ്റ്റിക് കവറിൽ നിന്നും വീതി കുറഞ്ഞൊരു പീസ് കട്ട് ചെയ്തെടുത്ത് ഒന്ന് ചുറ്റി കൊടുക്കണം. ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ അതൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. ഇനി നമ്മൾ ഫ്ലവറിന്റെ നടുക്ക് യെല്ലോ കളർ പെയിന്റ് വെച്ച് ഇതുപോലെ ഡോട്ടുകൾ ഇട്ട് കൊടുക്കുകയാണ്. ഇതുപോലെയാണ് നമ്മൾ അതിനകത്ത് പെയിന്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതുപോലെ തന്നെ വേറെ 4 പൂക്കൾ കൂടെ നമ്മളിവിടെ ചെയ്തെടുത്തു. ഇനി നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള 4 പൂക്കളും ചേർത്ത് വെച്ച് നമുക്ക് ഗ്രീൻ കളർ പ്ലാസ്റ്റിക് കവറിന്റെ പീസ് ഒന്ന് ചുറ്റി കൊടുക്കണം. നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമ്മളിതിൽ പ്ലാസ്റ്റിക് കവർ കൊണ്ട് തന്നെ ഇലകളും ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ അതിലേക്ക് വെച്ച് കൊടുക്കാനുള്ള ഇലകളാണ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ നമ്മൾ ഇലകൾ ചെയ്തെടുത്തു. അതും കൂടെ അതിലേക്കൊന്ന് വെച്ച് കൊടുക്കുകയാണ്. നമ്മൾ കെട്ടിക്കൊടുത്ത നൂല് കാണാതിരിക്കാൻ വേണ്ടി അവിടെ നമ്മൾ ഒരു പ്ലാസ്റ്റിക് കവറിന്റെ പീസ് ഇതുപോലെ ചുറ്റി കൊടുക്കണം. ഇനി നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഫ്ലവർ ഈ ഒരു ബോട്ടിലിനകത്തേക്കാണ് വെച്ച് കൊടുക്കുന്നത്. ഈ ഒരു ബോട്ടിലാർട്ട് നമ്മൾ പ്ലാസ്റ്റിക് കവറുകൾ വെച്ച് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പം നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആരും മറന്നു പോവരുതേ.